അവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടും ചേർന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്നലെ നമ്മൾ ഈശോയുടെ സ്വർഗാരോഹണ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയുണ്ടായി. ഈശോ സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു: പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായാലും സമരിയായാലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. ഈശോയുടെ ആ വാഗ്ദാനം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വർഗാരോഹണത്തിന് ശേഷം സന്തോഷത്തോടുകൂടി ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും ജെറുസലേമിലേക്ക് പോയി അവിടെ സെഖിയോൻ ഊട്ടുശാലയിൽ പ്രാർത്ഥനയിൽ മുഴുകി. അങ്ങനെ പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം പെന്തക്കോസ്ത് തിരുനാളിൻ്റെ അന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആകാശത്ത് വലിയ ഇടിമുഴക്കമുണ്ടായി. കൊടുങ്കാറ്റ് വീശി. ആ കൊടുങ്കാറ്റിൻ്റെ ശബ്ദം അവർ താമസിച്ചിരുന്ന ആ വീടിൽ വന്ന് നിറഞ്ഞു. അഗ്നിജ്വാലകൾ നാവുകളായി അവരുടെ ഓരോരുത്തരുടെ മേൽ വന്നു. അവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്ത ഭാഷാപരമനുസരിച്ച് അവർ സംസാരിച്ചു. അന്ന് തിരുനാളിന് ജെറുസലേമിൽ വന്ന ലോകത്തിൻ്റെ പല ഭാഗത്തു വന്ന യഹൂദരുണ്ടായിരുന്നു. പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല ദേശക്കാർ. അവർക്കെല്ലാം ഈശോയുടെ ശിഷ്യന്മാർ പറഞ്ഞ വാക്കുകൾ അവർക്ക് മനസ്സിലായി. അവരവരുടെ ഭാഷകളിൽ അവർക്ക് മനസ്സിലായി. അവർ പരസ്പരം പറഞ്ഞു ഇതെങ്ങനെ. അവർക്ക് അത്ഭുതമായി. അവർ പരിഭ്രാന്തിയുണ്ടായി. എന്നാൽ ചിലർ പറഞ്ഞു ഇവർ പുതിയ വീഞ്ഞ് കുടിച്ചതിൻ്റെ ഫലമായ ലഹരിയിലാണ്. പത്രോസ്ലീഹായ തൻ്റെ 11 അപ്പസ്തോലന്മാരോട് ചേർന്ന് എഴുന്നേറ്റ് ഇപ്രകാരം പറഞ്ഞു: ജെറുസലേം നിവാസികളെ, ഇവർ പുതിയ വീഞ്ഞ് കുടിച്ചതുകൊണ്ട് ജോയൽ പ്രവാചകന്റെ പ്രവചനം ഇവിടെ പൂർത്തിയാവുകയാണ്. അവസാന നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ